പ്രേമത്തിന്റെ ചതിവലയൊരുക്കി ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ചതിച്ച് നശിപ്പിച്ച് കടന്നു കളഞ്ഞ ദുഷ്ടനല്ലേ നീ. നിന്റെ ഭാര്യ സൈബയെ ഞാൻ ഇന്ന് കൊല്ലും. അതും പറഞ്ഞ് ഷാഹിന സൈബയുടെ കഴുത്തിൽ കയറി പിടിച്ചു. അയ്യോ വേണ്ട, എന്റെ സൈബയെ കൊല്ലല്ലേ ഷാഹിന, പ്ലീസ് എന്റെ സൈബയൊന്നും ചെയ്യല്ലേ, അലറി വിളിച്ചുകൊണ്ട് അഷ്റഫ് പറഞ്ഞു. തന്റെ കൂടെ കിടന്നുറങ്ങുന്ന അഷ്റഫുക്കയുടെ ഉറക്കെയുള്ള നിലവിളി കേട്ട് സൈബ ഞെട്ടി ഉണർന്നു. എന്താ എന്താ ഇക്ക, ദുസ്വപ്നം വല്ലതും കണ്ടോ? അപ്പോഴാണ് അഷ്റഫിന് താൻ കണ്ടത് ഒരു ദുസ്വപ്നമാണെന്ന് ബോധ്യമായത്. അഷ്റഫ് ബെഡിന് സമീപമുള്ള ടീപ്പോയിലുള്ള ജഗ്ഗിലെ വെള്ളമെടുത്ത് കുടിച്ച് തന്റെ പരവേശം അടക്കി. കിടക്കൂ ഇക്ക, നേരം വെളുക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. സൈബ അത് പറഞ്ഞപ്പോ കണ്ട സ്വപ്നത്തെക്കുറിച്ച് കൂടുതൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച് സൈബയെ കൺഫ്യൂഷൻ ആക്കണ്ട എന്ന് കരുതി വേഗം ബെഡിൽ കയറി കിടന്നു. ഷാഹിനെ കുറിച്ച് ഇനി അനാവശ്യം ഒന്നും ചിന്തിക്കേണ്ട എന്ന് മനസ്സ് പറഞ്ഞു. എഴുതാപ്പുറം ചിന്തിക്കേണ്ട ആവശ്യമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ശാന്തമായി അഷ്റഫ് താനെ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ചമഞ്ഞൊരുങ്ങി ഷാഹിനെ കാറുമെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. അഷ്റഫും സമയമായപ്പോൾ തന്റെ കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിലെത്തിയ അവർ നേരെ ചെയർമാനെ കാണാനായി അയാളുടെ ക്യാബിനിലേക്ക് നടന്നു. ഷാഹിനയെ പ്രതീക്ഷിച്ച് അബു സാഹിബ് തന്റെ ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു. വരൂ ഷാഹിന, ഇരിക്കൂ. താങ്ക് യു സർ. അവർ അകത്ത് കടന്ന് ചെയർമാന്റെ മുന്നിലുള്ള സീറ്റിലിരുന്നു. ഇന്ന് തന്നെ സർവീസ് ആരംഭിക്കുകയാണല്ലേ? തീർച്ചയായും സർ. വരൂ, ഞാൻ ഷാഹിനയുടെ കൺസൾട്ടന്റ് റൂം കാണിച്ചു തരാം. അബു സാഹിബ് ഷാഹിനയെയും കൊണ്ട് അവരുടെ കൺസൾട്ടന്റ് റൂമിലേക്ക് ചെന്നു. ഇതേ സമയം ഒരു ജോലിയുടെ ഇന്റർവ്യൂവിനായി പട്ടണത്തിലെത്തിയതായിരുന്നു റംല. ഓഫീസ് സ്റ്റാഫിന്റെ ഒഴിവുണ്ട്, അത് കണ്ട് അപേക്ഷിച്ചതായിരുന്നു അവൾ. തന്റെ ഉഴവും കാത്ത് വെയിറ്റിംഗ് ചെയറിലിരിക്കുന്ന റംലയുടെ മുഖത്ത് ജീവിതം തകർന്ന ദുഃഖത്തിന്റെ കരിനിഴൽ പടർത്തിയ മ്ലാനത ഉണ്ടായിരുന്നു. എല്ലാം തന്റെ ദുർവിധി. അക്കരപ്പച്ച തേടി ജീവിതം വിട്ടോടുന്ന ഏതൊരു സ്ത്രീക്കും പറ്റുന്ന അവസ്ഥ. ഏതായാലും ജീവിതം തകർന്നു. ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. ഈ ജോലി തനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അവൾ ഉള്ളുരുകി മനസ്സിൽ പടച്ചവനോട് പ്രാർത്ഥിച്ചു. അഷ്റഫുക്കയോട് താൻ ചെയ്ത കൊടും ക്രൂരതയ്ക്ക് പടച്ചവൻ തന്ന ശിക്ഷയാണിത്. തൽക്കാലം എല്ലാ ദുഃഖവും മറന്ന് ഈ ജോലിക്ക് വേണ്ടി യത്നിച്ചേ പറ്റൂ. റംലയുടെ ഊഴമെത്തി. ഇന്റർവ്യൂ ബോർഡിലുള്ളവർ റംലയുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചു. അവരുടെ കമ്പനിക്കായ എല്ലാ ക്വാളിഫിക്കേഷനും അവൾക്കുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. തുടർന്ന് അവരവളെ ജോലിക്ക് സെലക്ട് ചെയ്തതായി അറിയിച്ചു. അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്യാനും പറഞ്ഞു. അവൾക്ക് സന്തോഷം അടക്കാനായില്ല. അവൾ പടച്ചവനോട് നന്ദി പറഞ്ഞു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഹോസ്പിറ്റലിലെ രോഗികളുടെ പരിശോധനയ്ക്ക് ശേഷം ഷാഹിനയും അഷ്റഫും ഹോസ്പിറ്റലിലെ ക്യാന്റീനിൽ ചില ദിവസങ്ങളിൽ പരസ്പരം കണ്ടുമുട്ടും. ഔപചാരികമായ ചില സംഭാഷണങ്ങളല്ലാതെ കൂടുതലൊന്നും ഇരുവരും കൂടുതൽ നേരം സംസാരിക്കാറില്ല. അഷ്റഫ് വേഗം ഒഴിഞ്ഞു മാറും. ഷാഹിനയ്ക്ക് അഷ്റഫിനോട് എന്തെങ്കിലും പറയണമെന്നുണ്ട്. പലപ്പോഴും തിരക്ക് അഭിനയിച്ച് അഷ്റഫ് വേഗം ഷാഹിനയുടെ അടുത്തു നിന്നും മാറിപ്പോകും. തിരക്ക് അഭിനയിച്ച് വേഗം നടന്നു പോകുന്ന അഷ്റഫിനെ ഷാഹിന നോക്കി പുഞ്ചിരിക്കും. അപ്പുറത്ത് സുബൈർ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ബസ് സ്റ്റോപ്പിലിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു. സുബൈറിന്റെ ഇപ്പോഴുള്ള താടിയും മുടിയൊക്കെ ശ്രദ്ധിച്ച ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ സുബൈറിനെ കണ്ട സിനിമാ നടനെ പോലെയുണ്ട്. നജീബ് അത് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലുള്ള സിഗരറ്റ് ആഞ്ഞു വലിച്ച് അതിന്റെ പുക അന്തരീക്ഷത്തിൽ വട്ടത്തിൽ വിട്ടുകൊണ്ടിരുന്നു. നാളെ ഇവിടെ അടുത്ത ഒരു സിനിമയുടെ ഓഡിഷൻ നടക്കുന്നുണ്ട്, നീ ചെല്ല്. കളിയാക്കണ്ട, എന്റെ ഈ താടി ഫിദക്ക് വളരെ ഇഷ്ടാ. അതിന് നീ അവളും എന്നും വഴക്കല്ലേ? കൂട്ടുകാരിൽ ഒരുവൻ അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. വഴക്ക് അതിന്റെ വഴിക്ക് നടക്കും, പ്രണയം അതിന്റെ വഴിക്ക്. സുബൈർ തന്റെ നിലപാട് വ്യക്തമാക്കി. നിനക്ക് ഫിദയെ ഇപ്പോഴും ഇഷ്ടമാണോ? ഒരു കൂട്ടുകാരൻ വീണ്ടും ചോദിച്ചു. അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ? അവളോടുള്ള എന്റെ പ്രണയം എങ്ങനെ കുറയാനാ? എന്നെ ഏറെ ഇഷ്ടപ്പെട്ട എന്റെ സൈബയെ വരെ ഞാൻ അവൾക്ക് വേണ്ടിയല്ലേ ഉപേക്ഷിച്ചത്? അത് നീ ചെയ്തത് ചതിയായി പോയി കേട്ടോ. ദൈവം പോലും നിന്നോട് പൊറുക്കില്ല. ഒരു കൂട്ടുകാരൻ തുറന്നടിച്ചു. പെട്ടെന്നൊരു പോലീസ് ജീപ്പ് അതുവഴി വന്നു. ബസ് സ്റ്റോപ്പിലിരിക്കുന്ന അവരെ കണ്ടപ്പോ പോലീസ് ജീപ്പ് അവിടെ നിർത്തി. പെട്ടെന്ന് പോലീസ് കാണാതെ എല്ലാവരും സിഗരറ്റ് കുറ്റി കൈകൊണ്ട് ഞെക്കി അതിന്റെ തീ കെടുത്തിയ ശേഷം ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്താടോ ഇവിടെ കൂടിയിരിക്കുന്നത്? ഒന്നുമില്ല സാർ, വീട് ഇവിടെ അടുത്താ. ഞങ്ങൾ ചുമ്മാ സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടപ്പോ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. സുബൈർ അല്പം ധൈര്യത്തോടെ പറഞ്ഞു. ഇതുവഴി മിനിസ്റ്റർ കടന്നു പോകുന്നുണ്ട്, ചുമ്മാ വഴിയിൽ അലമ്പുണ്ടാക്കാതെ മാറിപ്പോകൂ. SI അവരോട് പറഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടെ ബൈക്കുകളെടുത്ത് അവിടെ നിന്നും പിരിഞ്ഞുപോയി. കൂട്ടത്തിൽ സുബൈറും തന്റെ ബൈക്കെടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു. സുബൈറിനന്ന് എവിടെ നിന്നോ കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവൻ 1-2 കിലോ ഇറച്ചി വാങ്ങിയിരുന്നു. വീട്ടിലെത്തി പാചകം ചെയ്യാനായി അത് ഫിദയെ ഏൽപ്പിച്ചു. അന്ന് ഉച്ചഭക്ഷണം കഴിക്കവേ ഫിദയ്ക്ക് മനംപിരട്ടൽ അനുഭവപ്പെട്ടു. അവൾ ഓടിച്ചെന്ന് വാഷ് ബേസിനിൽ 1-2 വട്ടം ഛർദ്ദിച്ചു. എന്താ മോളെ, നിനക്കെന്ത് പറ്റി? സുബൈറിന്റെ ഉമ്മയ്ക്ക് വിസ്മയമായിരുന്നു. അറിയില്ല ഉമ്മ, ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് തന്നെ ഓക്കാനും ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിക്കുമ്പോ കൂടുതലായി. ഫിദ ആശങ്കയോടെ ഉമ്മയോട് പറഞ്ഞു. മോനെ സുബൈറെ, നീ ഇവളെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിക്കടാ. എനിക്കൊന്നും പറ്റില്ല, ചുമ്മാ രാവിലെ വല്ല വളിച്ചതും പുളിച്ചതും വലിച്ചു കയറ്റി കാണും. അത് കേട്ടപ്പോ ഫിദ കരഞ്ഞുകൊണ്ട് ബെഡ്റൂമിലേക്ക് ഓടി. അല്ലടാ മോനെ, ഇത്
ഉമ്മ പകുതിക്ക് നിർത്തി. എന്തോന്നിത്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് ഡോക്ടർമാർ ഉറപ്പ് പറഞ്ഞതല്ലേ? സുബൈർ ഉമ്മയോട് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാലും അള്ളാന്റെ കുതിരത്ത് എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ മോനെ. നീ ഭക്ഷണം കഴിച്ച ശേഷം ഒന്ന് ചെല്ലട അവളെയും കൂട്ടി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോകാം. ഉമ്മ പോകുന്നു എന്ന് കേട്ടപ്പോ അവന് വല്ലാണ്ടായി. വേണ്ട വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം അവളെയും കൊണ്ട്. അവളോട് ഡ്രസ്സ് ചേഞ്ചാക്കി വരാൻ പറ. സുബൈർ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും ഫിദ ഡ്രസ്സ് മാറി വന്നു. സുബൈർ തന്റെ ബൈക്കിൽ അവളെയും ഇരുത്തി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഉമ്മ അത് നോക്കി പറഞ്ഞു, പടച്ചോനെ, ഒരു പേരക്കുഞ്ഞിനെ കാണാനുള്ള എന്റെ ആഗ്രഹം സാധിച്ചു തരണേ. സുബൈർ ഫിദയെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. അവളെ എപ്പോഴും കാണിക്കുന്ന ഡോക്ടറുടെ അടുത്ത് തന്നെ കാണിച്ചു. കുറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, ഫിദ ഗർഭിണിയാണ്. 2-3 പ്രാവശ്യം അബോർഷൻ ആയതുകൊണ്ട് ഇപ്രാവശ്യം സൂക്ഷിച്ചു തന്നെ നിൽക്കേണ്ടി വരും. നല്ല റെസ്റ്റ് വേണ്ടിവരും. വ്യക്തമായി പറഞ്ഞ ബെഡ് റെസ്റ്റ് തന്നെ. ഒരു കാരണവശാലും ഭാരിച്ച ജോലികളൊന്നും ചെയ്യരുത്. കുഞ്ഞിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാര്യം നിർബന്ധമായും ശ്രദ്ധിച്ചേ പറ്റൂ. വേണം ഡോക്ടർ, ഫിദ സങ്കടത്തോടെ പറഞ്ഞു. വിശദമായ ചെക്കപ്പിന് ശേഷം ഫിദയ്ക്ക് ഗർഭരക്ഷയ്ക്കുള്ള മരുന്നുകൾ നൽകി. വീട്ടിലെത്തിയ ഇരുവരും ആ സന്തോഷ വാർത്ത ഉമ്മാനെ അറിയിച്ചു. ഉമ്മ അതിയായ സന്തോഷത്തോടു കൂടി ഇരു കൈയും മേൽപോട്ട് ഉയർത്തി പറഞ്ഞു, അല്ലാ, ഇതൊരു പ്രയാസവും കൂടാതെ ലഭിക്കാനുള്ള കരുണ കാണിക്കണേ റബ്ബേ. ഉമ്മ, അവൾക്ക് അനങ്ങിക്കൂടാ, അനങ്ങാതെ കിടക്കാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ ഒരു പണിയും ചെയ്യാൻ പറ്റൂല. വേണ്ട, അവൾ ഒന്നും ചെയ്യണ്ട, എല്ലാം ഈ ഉമ്മ തന്നെ നോക്കിക്കോളാം. നീ അവൾക്ക് മരുന്നും കഴിക്കാൻ വേണ്ടുന്ന ഭക്ഷണത്തിനുള്ള പൈസ ഉണ്ടാക്കിക്കൊണ്ട് തന്നാൽ മാത്രം മതി. സുബൈർ അത് കേട്ട് തലയാട്ടി. അന്ന് തൊട്ട് ഫിദ സമ്പൂർണ്ണ റെസ്റ്റിലായി. സുബൈറിന്റെ ഉമ്മ വഴക്കൊക്കെ മറന്ന് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് അവളെ നന്നായി പരിചരിച്ചു. സമയാസമയം അവൾക്ക് വേണ്ടുന്ന ഭക്ഷണവും മരുന്നും എടുത്തു നൽകും. സുബൈർ ആണെങ്കിൽ സൈബയെ കാറിൽ കണ്ടപ്പോൾ തൊട്ട് തനിക്കും സമൂഹത്തിൽ നന്നായി ജീവിച്ചു കാണിക്കണമെന്ന ചിന്ത ഉടലെടുത്തതുകൊണ്ട് തന്നെ എന്നും ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് ഫിദ ഗർഭിണിയാണെന്ന സന്തോഷം നൽകുന്ന കാര്യവും ഉണ്ടായത്. അതോടുകൂടി ഉത്തരവാദിത്വ ബോധം വന്നു. ജീവിച്ചു കാണിക്കണം, അതിന് പണം വേണം, കഷ്ടപ്പെടാതെ പണം ലഭിക്കില്ല. റംലയുടെയും ചിന്ത അതുതന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇന്റർവ്യൂ കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് വളരെ ആത്മാർത്ഥതയോടു കൂടി ആ കമ്പനിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പലയിടത്തും ചവിട്ടി അരയ്ക്കപ്പെട്ടു. ചെറിയൊരു തെറ്റ് തന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിന് ഞാൻ എന്തുമാത്രം അനുഭവിച്ചു. അഷ്റഫിക്ക വളരെ സന്തോഷത്തോടെയാണ് കഴിയുന്നത്. തന്റെ ദുഷ്പ്രവൃത്തി കാരണമാണ് തനിക്ക് ജീവിതം നഷ്ടപ്പെട്ടത്. ഇനിയെങ്കിലും നന്നായി ജീവിച്ചു കാണിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം. കമ്പനിയിൽ ജോലി ചെയ്യുന്ന മറ്റു സഹപ്രവർത്തകരുമായി അവൾ നല്ല സൗഹൃദമുണ്ടാക്കി. അനീഷ എന്ന ഒരു കൂട്ടുകാരി റംലയോട് കൂടുതൽ അടുത്തു. ഇരുവരും പരസ്പരം പല കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ വീട്ടുകാര്യങ്ങളും ചോദിച്ചറിയും. ഒരു ദിവസം ഷാഹിന ഡോക്ടർ ജോലി കഴിഞ്ഞ് തന്റെ വീട്ടിൽ ലാപ്ടോപ്പ് നോക്കിയിരിക്കുകയായിരുന്നു. ന്യൂജേഴ്സിയിലെ തന്റെ കൂട്ടുകാരി ഇമൽഡയുമായി ഷാഹിനയ്ക്ക് നല്ല സൗഹൃദമാണ്. തന്റെ കൂടെ മാംഗ്ലൂരിൽ MBBS പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ദക്ഷിണാഫ്രിക്കൻ ഫ്രണ്ട് മഡോണയുടെ കൂട്ടുകാരിയായിരുന്നു എമിൽഡ. ഒരു പ്രാവശ്യം മഡോണയുടെ കൂടെ എമിൽഡ മാംഗ്ലൂരിൽ വന്നിട്ടുണ്ട്. കുറച്ച് കുരുത്തം കെട്ട പെണ്ണാണ്. മഡോണയെ പോലെ തന്നെ ഇവിടുന്ന് പോയപ്പോഴും ഇമൽഡയുമായി ചാറ്റിങ്ങും നല്ല കണക്ഷനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ന്യൂജേഴ്സിയിൽ സ്വന്തമായി ക്ലിനിക്ക് നടത്തുന്നു. പലപ്പോഴും ഷാഹിനയെ അങ്ങോട്ട് ക്ഷണിച്ചിരുന്നു. വലിയ സാലറിയൊക്കെ വാഗ്ദാനം ചെയ്തു. പക്ഷെ ഷാഹിന പോയില്ല. ഷാഹിനയ്ക്കും സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ നടത്തണമെന്നുണ്ട്. അതാണ് ലക്ഷ്യം. തീർത്തും പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണായിരുന്നു. പഠിച്ച് ഡോക്ടറായി വളർന്നപ്പോൾ വലിയ വലിയ മോഹങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നു. ഷാഹുൽ ഹമീദാണ് ഭർത്താവ്. പുള്ളി സിവിൽ എഞ്ചിനീയർ ആണ്. ഭാര്യയെ നന്നായി സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. കേരളത്തിലും കർണാടകയിലുമായി ലക്ഷറി ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു എഞ്ചിനീയർ. കോഴിക്കോട് അദ്ദേഹത്തിനൊരു ഓഫീസുണ്ട്. മോനെ, വേഗം ഭക്ഷണം കഴിക്കടാ, സ്കൂൾ ബസ് ഇപ്പോൾ വരും. സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടുകൊടുത്ത ശേഷം സൈബ അഫാനെ ഭക്ഷണം കഴിപ്പിക്കുകയായിരുന്നു. കൂടെ ചെറിയ കുട്ടിയായ അർഫാനും ഭക്ഷണം വായിൽ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു. മതി ഉമ്മ, എനിക്ക് വയറ് നിറഞ്ഞു, അഫാൻ പറഞ്ഞു. തുടർന്ന് ഭക്ഷണം കഴിച്ചെണീറ്റ അഫാന് സ്കൂൾ ബാഗ് ഇട്ടുകൊടുത്ത ശേഷം സൈബ അവനെയും കൊണ്ട് ഗേറ്റിനരികിൽ പോയി നിന്നു. സ്കൂൾ ബസ് വന്നപ്പോൾ സൈബ അഫാനെ ബസ്സിൽ കയറ്റി വിട്ടു. അപ്പോഴേക്കും കുളി കഴിഞ്ഞു വന്ന അഷ്റഫ് വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഭക്ഷണത്തിനായി ഡൈനിങ് ടേബിളിൽ ഇരുന്നു. സൈബ അഷ്റഫിന് ഭക്ഷണം എടുത്തു കൊടുത്തു. കൂടെ അവളും ഇരുന്ന് കഴിച്ചു. വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരവെ അഷ്റഫ് ഐസ്ക്രീം കടയിൽ കയറി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം പാക്കുകൾ വാങ്ങി കാറിൽ വെച്ചു. വീടിന്റെ വരാന്തയിൽ തന്നെ കാത്തു നിൽക്കുന്ന സൈബയും കുട്ടികളും ഇന്ന് എവിടെ പോയി? ചിലപ്പോൾ ഉള്ളിലാണെങ്കിൽ പോലും കാറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികൾ ഓടി വരാറുണ്ട്. ആരെയും കാണുന്നില്ല. അത് ചിന്തിച്ചുകൊണ്ട് സീറ്റിൽ നിന്നും ഐസ്ക്രീം പാക്ക് എടുത്ത് അഷ്റഫ് കാറിൽ നിന്നും ഇറങ്ങി വീട്ടിനുള്ളിലേക്ക് കയറി. ബെഡ്റൂമിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ സൈബ ബെഡിൽ കിടക്കുകയാണ്. കുട്ടികൾ രണ്ടുപേരും വിഷമിച്ച് അവർക്കരികിൽ ഇരുന്നിട്ടുണ്ട്. രണ്ടുപേരുടെ മുഖം ദുഃഖസാന്ദ്രമാണ്. അഷ്റഫ് അവർക്ക് വേഗം താൻ കൊണ്ടുവന്ന ഐസ്ക്രീം നൽകി. ഐസ്ക്രീം കിട്ടിയ ഉടനെ സന്തോഷത്തോടെ രണ്ടുപേരും ബെഡിൽ നിന്ന് ചാടി എണീറ്റ് അതുമായി റൂമിന് പുറത്തേക്ക് പോയി. എന്താ സൈബ, എന്തു പറ്റി? നീ എന്താ കിടക്കുന്നേ? ആ, അഷ്റഫൊക്കെ വന്നോ? എനിക്ക് വയറുവേദനയാണ്. എന്നിട്ടെന്താ എന്നെ വിളിച്ച് പറയാതിരുന്നത്?
ഇപ്പോഴാ തുടങ്ങിയത്. ഇക്ക വരാൻ സമയമായല്ലോ, അതുകൊണ്ടാ വിളിക്കാതിരുന്നത്. നോക്കട്ടെ. അഷ്റഫ് മലർന്നു കിടക്കുന്ന അവളുടെ വയറ് കൈകൊണ്ട് ഞെക്കി പരിശോധിച്ചു. അഷ്റഫിന്റെ കരസ്പർശയേറ്റപ്പോൾ സൈബ ഇക്കിളി പൂണ്ട് ചുരുണ്ടു. അടങ്ങിയിരിക്ക്. സൈബ വീണ്ടും നേരെ മലർന്നു കിടന്നു. ഇപ്രാവശ്യം സ്റ്റെതസ്കോപ്പ് എടുത്ത് അയാൾ പരിശോധിച്ചു. കുഴപ്പമൊന്നുമില്ല, ഭക്ഷണത്തിന്റേതായിരിക്കും. എന്താ ഉച്ചക്ക് കഴിച്ചത്? ചോറും കറിയും, പിന്നെ പുഴഞ്ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെതാണെന്ന് തോന്നുന്നു. ആ, അത് ശരിയാ, അസിഡിറ്റി കൂടിയിട്ടുണ്ട്. അഷ്റഫ് തന്റെ ബാഗിൽ നിന്നും 2-3 ഗുളിക എടുത്ത് അവൾക്ക് കഴിക്കാൻ നൽകി. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഫിദയ്ക്ക് മാസം ഇത് 2ആയി. ഇനി ഒരു മാസം കൂടി ഇതേ കിടപ്പ് കിടക്കണം. ഫിദയോടുള്ള സുബൈറിന്റെ വെറുപ്പും ദേഷ്യവും പാടെ നീങ്ങി എന്ന് തന്നെ പറയാം. ഇപ്പൊ അവളോട് സ്നേഹവും വാത്സല്യവുമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ അവൾക്കരികിലിരുന്ന് അവളുടെ നെറ്റിയിലും തലയിലും ഒക്കെ തലോടി പലതും ചോദിച്ചും പറഞ്ഞും അവളെ ബെഡ്റൂമിന്റെ ഏകാന്തതയുടെ വിരസതയിൽ നിന്നും അല്പ സന്തോഷവും ആശ്വാസവും അവൻ പകരും. ഫിദ ചിലപ്പോ അവന്റെ കൈയെടുത്ത് തന്റെ കുഞ്ഞിരിക്കുന്ന വയറിന്മേൽ വെച്ചുകൊടുക്കും. അവൻ സ്നേഹത്തോടെ വയറിൽ തലോടും. ഫിദയിലൂടെ ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന തന്റെ ലക്ഷ്യം പൂവണിയാൻ പോവുകയാണ്. അതിനായി എത്ര കഠിനമായും പ്രയത്നിക്കാൻ അവൻ തീരുമാനിച്ചിരിക്കുന്നു. അടുക്കളയിലെ ജോലി തീർത്ത് അതുപോലെ സുബൈറിന്റെ ഉമ്മയും കൂടുതൽ സമയം അവൾക്കരികിൽ ഇരിക്കാറുണ്ട്. ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന റംലയെ കമ്പനി MD അബ്ദുൾ റഹ്മാൻ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. അവൾ MDയുടെ ക്യാബിന്റെ കോറിഡോർ തുറന്ന് അകത്ത് പ്രവേശിച്ചു. എന്താ സർ? അവൾ ഭവ്യതയോടെ ചോദിച്ചു. ഇരിക്കൂ. ഉള്ളത് പറയണമല്ലോ റംല. നിന്റെ ജോലി കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ കീഴ്വഴക്കമനുസരിച്ച് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നവർക്ക് കമ്പനി ചില ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് ജോലി പ്രൊമോഷനും നൽകുന്നുണ്ട്. നിന്നെ ജോലിയിൽ പ്രൊമോട്ട് ചെയ്യുകയാണ്. കമ്പനി റംലയ്ക്ക് സ്വന്തമായി സഞ്ചരിക്കാൻ ഒരു കാറും നൽകും. ആ വിവരം പറയാനാണ് വിളിപ്പിച്ചത്. ആണോ? താങ്ക്സ്. റംല സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. റംലയ്ക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുകയും കമ്പനി കാർ നൽകുകയും ചെയ്തു. തുടർന്നവൾ ആ കാറിലാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഡോക്ടർ ഷാഹിന ഹോസ്പിറ്റലിലെ ജോലി കഴിഞ്ഞ് കാറിൽ വീട്ടിലേക്ക് വരികയായിരുന്നു. അവരുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് കംസിയ ഡോക്ടർ ആയിരുന്നു അത്. അവരത് കാറിലെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്തു. പറയൂ കംസിയ, എന്താണ് വിശേഷം? എടി ഷാഹി, നീ അവിടെ ജോയിൻ ചെയ്തല്ലോ, എന്നിട്ട് എന്താ എന്നെ ഒന്ന് വിളിക്കാതിരുന്നത്? ഞാനാണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കിലായിപ്പോയി. ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ തറക്കല്ലിടയിലായിരുന്നു, അതിന്റെ തിരക്കിലായിരുന്നു ഞാൻ. ഓ, കാര്യങ്ങൾ അവിടം വരെ എത്തിയോ? എടി, എനിക്കും അതുപോലെ ഒരു ഹോസ്പിറ്റൽ സ്വന്തമായി തുടങ്ങണമെന്ന് മോഹമുണ്ട്. ആ പൂതി നീ മനസ്സിൽ വെച്ചാൽ മതി ഡോക്ടറെ. ഞാൻ എത്ര പ്രാവശ്യമായി നിന്നോട് ആ മറഡോണയുടെ ഡീൽ ഏറ്റെടുക്കാൻ പറയുന്നു, നീ കേട്ടില്ലല്ലോ. നിനക്കാണെങ്കിൽ എത്ര കുട്ടികളാണ് ഒരു ദിവസം ചികിത്സ തേടി വരുന്നത്. പേടിയും പ്രമാണവും കൊണ്ട് നടന്ന പദ്ധതികളൊന്നും വിജയിക്കില്ല, മോഹങ്ങളൊന്നും പൂവണിയുകയുമില്ല. ഈ കംസിയെ കണ്ടു പഠിക്ക്. നീ നോക്കിക്കോ, 6 മാസം കൊണ്ട് ഞാൻ ആ ഹോസ്പിറ്റൽ പടുത്തുയർത്തും. എന്നിട്ട് അതിന്റെ CEO ആയി അവിടെ അങ്ങനെ വിലസും. നിനക്ക് അപാര ധൈര്യവും ബുദ്ധിയുമാണ് കിട്ടിയിരിക്കുന്നത്. എടി മോളെ, ഞാനും ബാംഗ്ലൂരിൽ നിന്നും വന്നത് ചില പദ്ധതികളുമായിട്ട് തന്നെയാണ്. നീ നോക്കിക്കോ, അബു സാഹിബിന്റെ ഹോസ്പിറ്റൽ എന്റെ കയ്യിലാവും. ഏത്? നീ ഇപ്പൊ ജോലി ചെയ്യുന്ന അബു സാഹിബിന്റെ ഹോസ്പിറ്റലോ? അത് കാശ് കൊടുത്ത് വാങ്ങാൻ തക്ക പ്രാപ്തിയോ? നിന്റെ കുടുംബത്തിൽ ഒന്നുമില്ലാന്ന് എനിക്കറിയാം. നിന്റെ ഷാഹുൽക്കാക്ക് അത് വാങ്ങിക്കാനുള്ള കാശുണ്ടോ കയ്യിൽ? കംസിയ പുച്ഛത്തോടെയും അല്പം പരിഹാസത്തോടെയും ചോദിച്ചു. എടി, ഞാനും ഒരു ദിവസം ആ ലക്ഷ്യത്തിലേക്ക് എത്തും, നീ കണ്ടോ? അതാണ് എന്റെ ഷാഹിന ഡോക്ടറെ ഞാനും ചോദിക്കുന്നത്. നിനക്കോ നിന്റെ ഭർത്താവിനോ ആ ഹോസ്പിറ്റൽ വില കൊടുത്ത് വാങ്ങേണ്ട കപ്പാസിറ്റി ഉണ്ടോ? അതിന് മറുപടിയായി ഷാഹിന ഒന്നും മിണ്ടിയില്ല. ഇല്ലല്ലോ, അതാ പറഞ്ഞത്, മഡോണയുടെ ആ ഡീൽ അങ്ങ് ഏറ്റെടുക്കുക. ഇപ്പൊ എന്റെ ജീവിത നിലവാരവും സ്റ്റാറ്റസും മാറിയതുപോലെ നിന്റെയും മാറി മറിയും. ഇല്ലെങ്കിൽ 4 പേരെ പിള്ളേരെയും പരിശോധിച്ച് അതിന്റെ സാലറിയും വാങ്ങി ഒടുങ്ങും നിന്റെ ജീവിതം. അതും പറഞ്ഞ് കംസിയ ഫോൺ കട്ട് ചെയ്തു പോയി. ഷാഹിന ഡോക്ടറോട് കംസിയ ഒരു കാര്യം സംസാരിച്ചിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും ജോലി ഉപേക്ഷിച്ച് വരുമ്പോൾ ഏതാണ്ട് ആ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഷാഹിന അബു സാഹിബിന്റെ ഹോസ്പിറ്റലിലേക്ക് കയറിക്കൂടിയത്. ഹോസ്പിറ്റൽ കെട്ടിപ്പൂർത്തിയാക്കുന്ന 6 മാസം കംസിയയെ തന്റെ കൂടെ കൂട്ടാൻ വേണ്ടി തന്നെയായിരുന്നു ഷാഹിന കരുതിയത്. മഡോണ പറഞ്ഞ ആ ബിസിനസ് ഡീൽ ഏറ്റെടുത്താൽ താൻ വിളിക്കുന്നിടത്ത് വരും ഈ കംസിയ എന്ന് അവൾക്കറിയാം. ഏതായാലും അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉടനെ നടത്തണം. കംസിയെ അബു സാഹിബിന്റെ ഹോസ്പിറ്റലിലേക്ക് വരുത്തണം. സത്യസന്ധനും നല്ലവനുമായ അഷ്റഫിനെ തന്റെ വരുതിയിൽ നിർത്താൻ സാധിക്കുന്നില്ലല്ലോ. ഒരു പരൽമീനിനെ പോലെ താൻ സൗഹൃദം സ്ഥാപിച്ച് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ വഴുതി പോവുകയാണ്. വലിയ ധനേച്ഛ ഇല്ലാത്ത ഒരാളാണ് അഷ്റഫ്. അതുകൊണ്ട് തന്നെ അഷ്റഫിനെ ഈ ഡീലിൽ കൂട്ടാൻ സാധിക്കില്ല. മാത്രമല്ല, അവനെപ്പോലുള്ള ധർമ്മിഷ്ഠനെ കൂട്ടിയ അത് കുളമാകും. അബു സാഹിബിനെ ചൂണ്ടണം, എങ്കിലേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കൂ. തന്റെ മനസ്സിലുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്യണം. കാറിൽ സഞ്ചരിക്കവേ ഷാഹിന ഡോക്ടർ അങ്ങനെ തീരുമാനിച്ചു. ഡോക്ടർ പറഞ്ഞ ഫിദയുടെ 3 മാസത്തെ ബെഡ് റെസ്റ്റ് അവസാനിച്ചു. ഇനി തനിക്ക് കിടക്കണമെന്നില്ല. ആ സന്തോഷത്തിലായിരുന്നു അവൾ. പക്ഷെ അവൾക്ക് പ്രതീക്ഷിച്ചതുപോലെ കൂടുതൽ നടക്കാനൊന്നും സാധിച്ചില്ല. വല്ലാത്ത തളർച്ച അനുഭവപ്പെട്ടു. അതൊക്കെ ഉണ്ടാകും, ക്രമേണ ശരിയായിക്കോളും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചെറിയ വ്യായാമവും അല്പം നടത്തവുമായി അവൾ വീട്ടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി.
കുലുക്കമുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ പാടില്ലെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. കുട്ടികളെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞ ഷാഹിന അബു സാഹിബിനെ കാണാൻ തീരുമാനിച്ച് അയാളുടെ ക്യാബിനിലേക്ക് ചെന്നു. വരൂ ഡോക്ടർ, ഇരിക്ക്. അബു സാഹിബിന്റെ മുൻവശത്തുള്ള ചെയറിൽ അവർ ഇരുന്നു. സാഹിബ്, ഞാൻ പറയുന്ന കാര്യം ക്ഷമയോടുകൂടി കേൾക്കണം. പറ ഡോക്ടറെ. പിന്നീട് അവിടെ നടന്നത് ഒരു രഹസ്യ സംഭാഷണമാണ്. താൻ 50 വർഷം കൊണ്ട് പടുത്തുയർത്തിയ ഈ ഹോസ്പിറ്റലിനെ വെല്ലുവിളിക്കുന്ന ചില കാര്യങ്ങളാണ് ഷാഹിന അയാളോട് പറഞ്ഞത്. ഡോക്ടർ ഷാഹിന, എന്റെ തല പോയാലും ഞാനിത് ചെയ്യില്ല. അബു സാഹിബ് വെട്ടൊന്ന് തുണ്ടൻ 2 എന്ന കണക്കിന് മറുപടി പറഞ്ഞപ്പോൾ ഷാഹിന ഡോക്ടർക്ക് ഇനി എന്താ തുടർന്ന് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. എന്നോട് ചിലർ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു. എനിക്ക് താല്പര്യമൊന്നുമില്ല, അതുകൊണ്ടാ ഞാൻ സാറിനോട് ഇത് പറഞ്ഞത്. അതെ ഷാഹിന ഡോക്ടർ, നന്മയാണ് വേണ്ടത്, അല്ലാതെ തിന്മ ചെയ്താൽ പടച്ചോൻ പൊറുക്കില്ല. അതെ, നമുക്ക് ആ ഡീൽ വേണ്ട. പുള്ളി അമ്പിനും വില്ലിനും അടുക്കാത്ത ആളാണെന്ന് മനസ്സിലായ ഉടനെ ഷാഹിന നല്ല പിള്ള ചമഞ്ഞ് പെട്ടെന്ന് തടിയൂരി അബു സാഹിബിന്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങി വന്നു. ഇയാളോട് പറഞ്ഞിട്ട് കുളമായി. ഇനി തന്നെ ആ കണ്ണോണ്ട് മാത്രമേ അയാൾ നോക്കുകയുള്ളൂ. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും അബു സാഹിബിന് ഷാഹിന ഡോക്ടർ വന്ന് പറഞ്ഞ ആ ഒരു കച്ചവടത്തിന്റെ ചിന്ത തന്നെയായിരുന്നു. ഇന്നത്തെ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെ? മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത വർഗമാണെന്ന് തോന്നുന്നു. കാശിനു വേണ്ടി എന്തും ചെയ്യും. വൈദ്യനായിരുന്ന സാദിഖ് അലിയുടെ മകനായ അബു സാഹിബ് ഒരിക്കലും അവരുടെ പിടിയിൽ പെടില്ല. തന്റെ ഉപ്പ നാട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഈ ഹോസ്പിറ്റൽ നിൽക്കുന്നിടത്ത് ഉപ്പാന്റെ വൈദ്യശാലയായിരുന്നു. തന്റെ കുട്ടിക്കാലത്ത് ഇവിടെ എത്ര പാവങ്ങൾക്കാണ് ചികിത്സ വെറുതെ ചെയ്തു കൊടുത്ത് അവരെ സൗഖ്യമാക്കി വിട്ടത്. അന്നൊന്നും അവരുടെ മടിത്തട്ടിന്റെ കനമോ പൈസയോ ഉപ്പ ആഗ്രഹിച്ചിട്ടില്ല. നിരാലംബരായ രോഗികളെ ഇപ്പോഴും അതിന്റെ പേരിൽ താൻ സഹായിക്കാറുണ്ട്. ചില ഉപാധികളോട് അവരുടെ രേഖകൾ പരിശോധിച്ച് താൻ ഇപ്പോഴും അത് തുടരുന്നു. അങ്ങനെയുള്ള തന്നോടാണ് ആ പെണ്ണ് വന്ന് ഇങ്ങനെ പറഞ്ഞത്. ഏതായാലും അവൾ ഒന്നും പറഞ്ഞിട്ടില്ല, താനൊന്നും കേട്ടിട്ടുമില്ല. അത്രയ്ക്കും ഭീകരമായ കാര്യങ്ങളൊക്കെയാണ് അവൾ ബിസിനസ് ആണെന്നും പറഞ്ഞ് തന്റെ ക്യാബിനിൽ വന്ന് പറഞ്ഞത്. ഷാഹിനയ്ക്കും തന്റെ പദ്ധതി പാളിയ വിഷമമുണ്ട്. അയാളുടെ ക്യാബിനിൽ പോയി അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പോലും അവൾക്ക് തോന്നി. സാഹിബ് ഏതായാലും അതൊരു വിഷയമായി എടുത്തില്ല. കാരണം താൻ ഇവിടുത്തെ പേരെടുത്ത കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റായി മാറി. റംലയുടെ കമ്പനിയുടെ MD ആയ അബ്ദുൾ റഹ്മാന്റെ മകൾ റയ ചെന്നൈയിലാണ് MBA പഠിച്ചിരുന്നത്. എക്സാമൊക്കെ കഴിഞ്ഞ് അവൾ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വരുന്ന കാര്യം അവൾ ഉപ്പയെ വിളിച്ചറിയിച്ചു. അബ്ദുൾ റഹ്മാന്റെ ഏക മകളാണ് റയ. ഉപ്പാന്റെ കമ്പനിയെ പോലെ വലിയൊരു കമ്പനി പടുത്തുയർത്താനുള്ള മോഹവുമായാണ് അവൾ MBAക്ക് ചേർന്നത്. നല്ല പഠിപ്പുകാരിയായ കുട്ടി. എക്സാം എഴുതിയിരിക്കുകയാണ്. റംല എന്ന ഒരു സ്റ്റാഫ് തന്റെ ഉപ്പാന്റെ കമ്പനിയിൽ ജോലിക്ക് വന്നിട്ടുണ്ടെന്നും അവർ ഹാർഡ് വർക്ക് ചെയ്ത് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നുണ്ടെന്നും ഉപ്പ പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ ചെന്ന് ഓഫീസിൽ പോയി അവരെ ഒന്ന് പരിചയപ്പെടണം. ഉപ്പാക്ക് അവരെക്കുറിച്ച് പറയുമ്പോൾ 1000 നാവാണ്. വെറും 45 വയസ്സുള്ള തന്റെ ഉപ്പ ഇപ്പോഴും ഒരു പെണ്ണ് കെട്ടാതെ ഇരിക്കുന്നത് കൊണ്ട് റേയ്ക്കും വിഷമമുണ്ട്. ഇന്നത്തെ കാലത്ത് മധ്യവയസ്സ് എന്നൊക്കെ പറയുന്നത് തന്നെ 65 വയസ്സാണ്. ആ നിലയ്ക്ക് തന്റെ ഉപ്പ യൗവനക്കാരനാണ്. തന്റെ കുഞ്ഞിലെ ഉമ്മ മരിച്ചിട്ട് പോലും വേറൊരു പെണ്ണിനെ കെട്ടാതെ തന്നെ പഠിപ്പിച്ചും വളർത്തിയും നോക്കി കഴിയുകയായിരുന്നു ഉപ്പ. ബിസിനസ് എന്ന് പറഞ്ഞ ഉപ്പാക്ക് ഭ്രാന്താണ്. ആ ഒരു ചോരയാണ് തന്നിലുമുള്ളത്. കമ്പനിയിലെ സ്റ്റാഫായ റംല എന്ന സ്ത്രീ ഭർത്താവിനെ ഉപേക്ഷിച്ചു വന്നതാണെന്നാണ് കേട്ടത്. തന്റെ ഉപ്പാക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ അത് ചേർത്ത് വെക്കണം. അതും കൂടിയാണ് ഈ മകളുടെ ഡിഗ്രി കഴിഞ്ഞുള്ള വരവിന് ഉദ്ദേശം. ട്രെയിനിലിരിക്കവേ റേയുടെ ചിന്ത മുഴുവൻ അങ്ങനെയായിരുന്നു. അതേസമയം ഓഫീസിൽ അബ്ദുൾ റഹ്മാൻ റംലയെ തന്റെ ക്യാബിനിലേക്ക് ആളെ അയച്ചു വരുത്തിച്ചു. എന്താ സർ വിളിപ്പിച്ചത്? ഓ അതോ, എന്റെ മകൾ റയ ചെന്നൈയിൽ നിന്നും MBA എക്സാം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നുണ്ട്. ആണോ? അതെ റംല, അവൾ ഇത്രയും കാലം ഉമ്മയില്ലാതെയാണ് കഴിഞ്ഞത്. എന്റെ കമ്പനിയേക്കാളും വലിയൊരു കമ്പനി പടുത്തുയർത്തണമെന്നാണ് അവളുടെ ആഗ്രഹം. റംല കമ്പനിക്ക് ഉണ്ടാക്കി തരുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ മകളോട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ റംലയെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ആണോ? അവൾ വന്ന ഓഫീസിൽ വരുമോ സർ? തീർച്ചയായും വരും. റംല ഒരു ഉപകാരം ചെയ്യണം. അവൾ വന്നാൽ റംല അവളുടെ ഉമ്മാന്റെ സ്ഥാനത്തേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചു കളയും. കാരണം എനിക്ക് റംലയോട് സ്നേഹമുണ്ടെന്നൊക്കെയാണ് അവളുടെ വിചാരം. അതെന്താ സർ അങ്ങനെ? ഒന്നുമില്ല, ഇപ്പോഴത്തെ കുട്ടികളല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വലിയ ആളാവാൻ ശ്രമിക്കും. അപ്പോൾ ഞാനൊരു മുൻകരുതൽ എന്ന നിലയിൽ പറഞ്ഞതാണ്. അങ്ങനെ പറയുമ്പോൾ റംല പറഞ്ഞാൽ മതി, എനിക്ക് സാറിന് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് റേയുടെ ഉമ്മയായി വരാൻ താല്പര്യമില്ല എന്ന്. ഓഹോ, അങ്ങനെയാണോ? പക്ഷേ അവൾ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? അബ്ദുൾ റഹ്മാൻ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. എന്താ സാർ മിണ്ടാതിരിക്കുന്നത്? അവൾ എന്നോട് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഉപ്പാന്റെ ഭാര്യയായി വരാൻ താല്പര്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ സാർ എന്തു ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി നിന്നോട് പറഞ്ഞത്. അത് കേട്ട് റംല ചിരിച്ചു. തനിക്ക് വലിയ സൗഭാഗ്യങ്ങൾ വരാൻ പോവുകയാണ്. ജോലി കിട്ടി, കാറും സാലറിയുമായി. ഇപ്പോഴിതാ ഈ കമ്പനിയുടെ തന്നെ ബോസിന്റെ ഭാര്യയായി നിൽക്കാനുള്ള ഒരവസരവും. എന്റെ അല്ലോ, ഞാനിതെങ്ങനെ സഹിക്കും? ഞാൻ സ്വപ്നം കാണുകയാണോ? റംലയ്ക്ക് മനസ്സിലായി അബ്ദുൾ റഹ്മാൻ സാറിന് തന്നെ ഇഷ്ടമാണ്. അതാണ് നേരിട്ട് പറയാൻ പറ്റാതെ ഇങ്ങനെയൊക്കെ വളഞ്ഞും തിരിഞ്ഞും പറഞ്ഞത്.
അഷ്റഫിന്റെ അടുക്കൽ നിന്ന് മകനെ പോലെ ഉപേക്ഷിച്ച് താൻ കാമുകന്റെ കൂടെ ചാടിയത് ഇതുപോലൊരു ജീവിത സ്വപ്നം കണ്ടാണ്. പക്ഷെ ആ കുരിപ്പ് കള്ളനായിരുന്നു. ഇപ്പോഴിതാ തന്റെ മുന്നിലേക്ക്, തന്റെ കാലടിയിലേക്ക് എല്ലാം പടച്ചവൻ കൊണ്ടുതരുന്നു. ഞാൻ വരട്ടെ സർ. റേ വന്ന് ചോദിച്ചാ ഞാൻ സാറിന് ഇഷ്ടമാണെന്ന് പറയും കേട്ടോ. എന്റെ പടച്ചോനെ, അബ്ദുറഹ്മാൻ എന്തു പറയണമെന്നറിയാതെ വാ പൊളിച്ചു നിന്നു പോയി. വരട്ടെ സർ. അവൾ ആനന്ദ നിർവൃതിയോടെ ആ ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങി.